ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പഴയ വീട് നമുക്ക് പുതിയ മോഡലിലേക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സീലിംഗ് ലൈറ്റ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് വരുന്ന ടി വിയുടെ ഏരിയകളിൽ സെപ്പറേറ്റ് സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ വൈഫൈയുടെ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരണം. അന്ന് പഴയ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ല, ഏകദേശം ഒരു 10-25 വർഷം മുന്നേ. അപ്പോൾ നമുക്കതെങ്ങനെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ തന്നെ ഇതൊരു ഹാളാണ്, അതായത് വീടിൻ്റെ മെയിനായിട്ട് വരുന്ന ഹാളിൻ്റെ ഏരിയയിലുള്ള പോർഷനാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിലേക്ക് വന്നിരിക്കുന്ന സർക്യൂട്ടാണ് ഈ കാണിക്കുന്നത്. സർക്യൂട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് സാധാ സീലിംഗ് വരുന്നുണ്ട്. സീലിങ്ങിൻ്റെ അകത്ത് നമ്മുടെ പൈപ്പ് പോകുന്നുണ്ട്. ഡി ബിയിൽ നിന്നും ഇവിടെയാണ് ഡി ബി ഇരിക്കുന്നത്. ഡി ബിയിലിൻ്റെ ബാക്ക് സൈഡ് തുളഞ്ഞതിന് ശേഷമാണ് ആ ബീമിൽ ക്ലാമ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അത്രയും സ്ഥലം നമുക്ക് താഴെ, അതായത് ബീമിൻ്റെ സെയിം ലെവലിൽ തന്നെ നമുക്ക് സീലിംഗ് വരുന്നുണ്ട്. ഈ പൈപ്പ് അതിൻ്റെ ഉള്ളിൽ പോകുന്നു. അത് മെയിനായിട്ട് വരുന്ന സർക്യൂട്ടുകളാണ് വരുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഡി ബിയിൽ നിന്ന് കൊണ്ടുവരാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് 2 1-ഇഞ്ച് പൈപ്പുകൾ നേരെ നമ്മുടെ ഫിഷറൊക്കെ ചെയ്തതിന് ശേഷം സാഡിലൊക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഏരിയയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഏരിയയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ടി വിയുടെ ഏരിയയിലേക്കൊക്കെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയും വൈഫൈയുടെ കണക്ഷൻസും കാര്യങ്ങളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് വെച്ചിരിക്കുന്ന 18 മോഡലിൻ്റെ ബോക്സിൽ നിന്ന് നേരെ നമ്മൾ കൊണ്ടുവന്നത് മുകളിൽ നിന്ന് നിങ്ങൾ കാണുന്ന പോലെ തന്നെ മുകളിലൂടെ ഏകദേശം ശരിക്കും പറയുകയാണെങ്കിൽ ലിൻഡിൽ ഹൈറ്റിൽ നിന്നും ഏകദേശം ഒരു 8 ഇഞ്ച് നമുക്ക് ആദ്യം ഒരു കനം ഉണ്ടാവും. അതിനുശേഷം വീണ്ടും ഒരു 6 ഇഞ്ച് നമുക്ക് ലിൻഡിലിൻ്റെ ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 8 ഇഞ്ച് 6 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഹൈറ്റിലേക്ക് നമ്മൾ നമ്മുടെ സാധാരണ നോർമൽ ലെവലിൽ പൈപ്പ് കാര്യങ്ങളൊക്കെ വെട്ടിക്കൊണ്ടുപോയി ഈ സൈഡിൽ നമ്മൾ ലിവിങ് ഏരിയയിലായതുകൊണ്ട് നമുക്ക് സൈഡിലായിട്ട്, അതായത് സി ചാനൽ സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു എക്സ്ട്രാ പ്ലഗ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾ നേരെ മുകളിലേക്ക് പോയതിന് ശേഷം ഇപ്പുറത്തെ സൈഡ് വരുന്ന ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് കൊടുത്തു. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 ബോക്സ് വെച്ച് അതിൻ്റെ ബാക്ക് സൈഡ് തുളച്ച് കൊണ്ടുപോയി. പിന്നെ അതിൽ നിന്ന് നേരെ സൈഡിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഈ സൈഡിൽ ഒരു സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ വളരെ പുറമേക്കുള്ള സ്വിച്ച് ബോർഡ് അത്യാവശ്യമായതുകൊണ്ട് അവിടെ നമ്മൾ വരുന്നുണ്ട്. പിന്നെ ഫാനിൻ്റെ സീലിംഗ് കാര്യങ്ങളെല്ലാം വലിച്ചിട്ടു. പിന്നെ ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ടി വിയുടെ ഏരിയ വരുന്നത്. ടി വിയുടെ ഏരിയയിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 18 മോഡലുകളുടെ ബോക്സിൽ നിന്നും ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ ടി വിയുടെ ഓപ്പൺ ഏരിയ വരുന്ന സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ പൈപ്പ് നമ്മളോട് നിർത്തിയാൽ മതി. അതിൻ്റെ അകത്ത് കബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് വരുന്ന കബോർഡിൻ്റെ അകത്ത് പോകും. മെയിനായിട്ട് വരുന്ന സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു പൈപ്പ് കൊടുത്തു. പിന്നെ വരുന്ന 1 ഇഞ്ച് പൈപ്പ് ഏറ്റവും മുകളിൽ ആ സെൻറ്ററിൽ കാണുന്ന പൈപ്പ്, ഇത് നമ്മൾ 4 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് നമ്മൾ സപ്ലൈ വരാൻ വേണ്ടിയിട്ട്. ആ സപ്ലൈ ഓപ്പറേറ്റ് ചെയ്യുന്നത് ടി വിയുടെ അടുത്ത് നിന്നല്ല, നമ്മൾ 18 മോഡിൽ നിന്നൊരു ഡി പി സ്വിച്ചാണ് കൊടുക്കുന്നത്. പിന്നെ സെൻറ്ററിലെ പൈപ്പ് നമ്മൾ ആൻറ്റന പൈപ്പിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ ആൻറ്റന പൈപ്പിലൂടെ തന്നെയാണ് നമ്മൾ വൈഫൈയുടെ കേബിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, ഒപ്റ്റിക് ഫൈബർ കൊണ്ടുവരുന്നത്. പിന്നെ മുകളിലേക്കുള്ള ഒരു പൈപ്പ്, ഒരു 20 mm പൈപ്പ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹോം തിയേറ്ററിന് വേണ്ടിയിട്ടാണ്. സീലിങ്ങിൻ്റെ അകത്തുകൂടി നമുക്ക് ഹോം തിയേറ്ററിൻ്റെ ഓപ്ഷൻ വലിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ സീലിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഹോം തിയേറ്ററിൻ്റെ ഓപ്ഷൻ കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ ഏത് സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിലും ആൻറ്റനയുടെ പൈപ്പ് വലി വൈഫൈയുടെ കണക്ഷൻസ് കൊണ്ടുപോകുന്നതിന് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ പുറത്തേക്ക് തുളച്ചിട്ടാൽ മാത്രം മതി, അവിടെ നിന്ന് വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു പഴയ വീടാണ് പുതിയ മോഡലിലേക്ക് നമുക്ക് വെട്ടിപ്പൊളിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മളൊരു ലിവിങ് ഏരിയ മാത്രമാണ് കാണിച്ചാൽ, ഇത് ഈ വീട് മൊത്തമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ റീഫേസ് ഡി ബി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പൊളിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ പുതിയ മോഡൽ ഡി ബി സെലക്ടർ ഡി ബി വെച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സാധാരണ രീതിയിൽ തന്നെ ഓരോ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ, കിച്ചണിലേക്ക് സെപ്പറേറ്റ് സർക്യൂട്ടുകൾ, അതുപോലെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് താല്പര്യം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് സർക്യൂട്ടുകൾ എങ്ങനെ കൊണ്ടുപോകാൻ എന്നും, അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഏരിയ, അതായത് എങ്ങനെയാണ് നമുക്ക് അടുത്ത ഡി ബി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.